പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം. എൻ്റെ പേര് പ്രദീപ്. ഞാനിപ്പോൾ ഇവിടെ ഒരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണ ഈ ചാനലിലൂടെ അപ്ലോഡ് ചെയ്യാറുള്ളത് സൂര്യകാന്തി മാന്ത്രിക കഥകളുടെ വോയിസാണ്. ഇപ്പോൾ ഞാൻ ഒരു യൂട്ടിലിറ്റി വീഡിയോയുമായിട്ട് വന്നിരിക്കുകയാണ്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കുണ്ടായ ഒരു ബുദ്ധിമുട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് നല്ലതായിരിക്കും എന്നെനിക്ക് തോന്നാനായിട്ട് കാരണം നമുക്കറിയാം, ഈ ഫാസ്ടാഗ് എന്ന് പറയുന്ന ഒരു അത്യാവശ്യ ഘടകമായിട്ട് മാറിയിരിക്കുകയാണ് വണ്ടിയുള്ള ആളുകൾക്ക്. ഫാസ്ടാഗ് വളരെ നിർബന്ധമാക്കിയിരിക്കുന്നു. എന്താണ് ഫാസ്ടാഗ് എന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല, എങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് പറയാം. നമുക്കിപ്പോൾ വലിയ ടോൾ ഗേറ്റുകളിൽ വളരെ വേഗത്തിൽ കടന്നു പോകാനായിട്ട് ഫാസ്ടാഗ് ഉണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. വളരെ എളുപ്പത്തിൽ ഈ ഫാസ്ടാഗിലെ ബാർകോഡ് സ്കാൻ ടോൾ എടുത്തിട്ട് അവർ വളരെ വേഗത്തിൽ നമ്മൾ പുറത്തേക്ക് വിടും. തന്നെയല്ല, ഇതിനകത്ത് ഉള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഫാസ്ടാഗ് ഉണ്ടെങ്കിൽ നമ്മളുടെ ടോൾ റേറ്റ് കുറവായിരിക്കും. നമ്മൾ നേരത്തെ ക്യാഷായിട്ട് അടയ്ക്കുന്നതെങ്കിൽ കൂടുതൽ പൈസ ടോൾ ഗേറ്റുകളിൽ നമ്മൾ കൊടുക്കേണ്ടി വരും. കാര്യത്തിലേക്ക് കിടക്കാം. ഈ ഫാസ്ടാഗ് എവിടെയാണ് ഒട്ടിക്കേണ്ടത് എന്നുള്ള കാര്യമാണിത് എന്നെ വിഷമിപ്പിച്ചുകൊണ്ടിരുന്നത്. പുതിയ വണ്ടികളിലൊക്കെ ആണെങ്കിൽ ഫാസ്ടാഗ് ഒട്ടിച്ച് തന്നെയാണ് വരുന്നത്. പക്ഷേ പഴയ വണ്ടിയുള്ള ആളുകൾ ഫാസ്ടാഗ് മേടിച്ചതിന് ശേഷം ഇത് എവിടെ ഒട്ടിക്കുമെന്ന് അറിയാതെ വിഷമിക്കുകയാണ്. ഞാനും കുറച്ചു നേരം വിഷമിച്ചു. യൂട്യൂബിൽ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാൻ ഇതെങ്ങനെയാണ് ഈ ഫാസ്ടാഗ് നമ്മുടെ വണ്ടിയിൽ ഒട്ടിക്കേണ്ടത് എന്നെനിക്ക് മനസ്സിലാക്കിയത്. ആ വീഡിയോ ആകട്ടെ അത് ഹിന്ദിയിലായിരുന്നു. എനിക്ക് ഹിന്ദി വലിയ വിഷമൊന്നുമില്ല, എങ്കിൽ പോലും വീഡിയോ കണ്ട് ഞാൻ മനസ്സിലാക്കുകയും ചെയ്തത്. അപ്പോൾ എനിക്ക് തോന്നി ധാരാളം ആളുകൾ ഇതുപോലെ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് അറിയാതെ വിഷമിക്കുന്നുണ്ടാവും. മലയാളത്തിൽ അതൊന്ന് ചെയ്താൽ എങ്ങനെയുണ്ടെന്ന് തോന്നി. അതുകൊണ്ട് മാത്രമാണ് ഈ വീഡിയോ ചെയ്യാനായിട്ട് തയ്യാറായത്. ഓക്കെ, അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. ഞാൻ ഫാസ്ടാഗ് ICICIയുടെ ഫാസ്ടാഗാണ് വരുത്തിയിരിക്കുന്നത്. ഇതാണ് ICICIയിൽ നിന്ന് പൈസ അടച്ച് ഞാൻ വാങ്ങിയിട്ടുള്ള ഫാസ്ടാഗ്. ഈ സാധനം നമ്മൾ ഓൺലൈനിൽ ഗൂഗിൾ പേ വഴി പൈസ അടച്ചാണ് ഞാനത് വാങ്ങിയത്. ഏതാണ്ട് 4-5 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ സാധനം മെയിലായിട്ട് നമ്മുടെ അടുത്തേക്ക് വന്നു. ഞാനിത് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. ഒരു കൗതുകം കൊണ്ട് ഓപ്പൺ ചെയ്തതാണ്. ഇതിനകത്ത് എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളതെന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മളിത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് ഇതാണ് ഈ പറഞ്ഞ സാധനം. ഇതൊരു സ്റ്റിക്കറാണ്. ഈ ഫാസ്ടാഗ് എന്ന് പറയുന്നത് ഒരു സ്റ്റിക്കറാണ്. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് വേറെ 1-2 പേപ്പർ കൂടി ഇതിൻ്റെ കൂട്ടത്തിലുണ്ട്. നമ്മൾ ഈ ICICIയിൽ അല്ലെങ്കിൽ ഏത് ബാങ്കാണ് നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്യുന്നത് അവരുടെ ഈ സംവിധാനത്തിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യണം. ഫാസ്ടാഗിൻ്റെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യണം. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്തിട്ട് ആ അക്കൗണ്ട് വഴിയാണ് നമ്മൾ ഫാസ്ടാഗിൽ പൈസ തീർന്നു പോകുമ്പോഴത്തേക്ക് അടയ്ക്കുന്നത്. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്തുള്ള. ഒരു പേപ്പർ കൂടി ഉണ്ട്, അതിനകത്തുള്ള നോക്കട്ടെ. ഇതെല്ലാം ഇത് സംബന്ധിച്ചിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മൾ വ്യക്തമായിട്ട് വായിച്ച് പഠിച്ചതിന് ശേഷം അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. ഫാസ്ടാഗിൻ്റെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ളതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇതിനകത്തുണ്ട്. അതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഫാസ്ടാഗ്. ഇതിന് എങ്ങനെയാണ് നമ്മൾ വണ്ടിയിലേക്ക് എവിടെയാണ് ഈ വണ്ടിയിലേക്ക് ഇത് ഒട്ടിക്കേണ്ടതെന്നുള്ള കാര്യം നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മളിപ്പോൾ വണ്ടിക്കകത്താണുള്ളത്. ഫാസ്ടാഗ് എൻ്റെ കൈവശം ഇരിപ്പുണ്ട്. നമ്മളിപ്പോൾ എവിടെയാണ് ഇത് വെക്കേണ്ടത് എന്നുള്ള കാര്യമാണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. ആദ്യം അത് കാണാം. നമ്മുടെ ഈ വണ്ടിയുടെ നടുക്കുള്ള ഈ നമ്മൾ പുറകുവശം കാണാവുന്ന റിയർ വ്യൂ മിറർ ഉണ്ടല്ലോ, ഈ മിററിൻ്റെ തൊട്ട് ഇവിടെ ഈ ഭാഗത്തേക്ക് ഇത് കണ്ടോ, ഒരു ബ്ലാക്ക് ഷെയ്ഡിലുള്ള ഒരു സംഗതി കണ്ടോ. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയായിട്ടാണ്, ഈ ഭാഗത്തായിട്ടാണ് ഇത് ഒട്ടിക്കേണ്ടത്. അപ്പോൾ നിലവിൽ ഇവിടെ ഒരു ഇച്ചിരി ചെളിയും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഞാനത് തുടയ്ക്കുകയാണ്. കാര്യം നന്നായിട്ട് ക്ലീൻ ചെയ്തതിന് ശേഷമാണ് ഫാസ്ടാഗ് നമുക്ക് ഒട്ടിക്കേണ്ടത്. ഇപ്പോൾ ഒരുമാതിരി ക്ലീൻ ആയിട്ടുണ്ട്. ഓക്കെ, അല്ലോ ക്ലോസ് ചെയ്തിട്ടിരിക്കുന്നത്. ഈ പശയുള്ള ഭാഗമാണ് ഇപ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്നത്. ഇവനെ നേരെ അപ്പുറത്തേക്കാണ് ഒട്ടിക്കേണ്ടത്. തിരിഞ്ഞിരിക്കണം ഈ ഭാഗം, നമ്മളിപ്പോൾ കാണുന്ന ഈ ബാർകോഡൊക്കെ ഉള്ള ഈ ഭാഗം ആണ് നമുക്ക് വണ്ടിക്കകത്തിരിക്കുന്ന ആൾക്ക് അഭിമുഖമായിട്ടിരിക്കേണ്ടത്. നമ്മളിപ്പോൾ ഇത് ഒട്ടിക്കാൻ പോവുകയാണ്.
ഏകദേശം ഈ ഭാഗത്ത്. കൃത്യമായിട്ട് ഒട്ടിക്കണം. ഇത്രയും കാര്യമുള്ളൂ. പുതിയ വണ്ടിയിലൊക്കെ ഈ സാധനം ഒട്ടിച്ചാണ് വരുന്നതെന്നുള്ളതുകൊണ്ട് ഈ പ്രശ്നമൊന്നുമില്ല. പഴയ വണ്ടി, അതായത് നേരത്തെ 2019 മുമ്പ് മേടിച്ചിട്ടുള്ള വണ്ടികളിലൊക്കെയാണ് ഇപ്പോൾ ഈ സാധനം നമ്മൾ പുതുതായിട്ട് മേടിച്ച് ഒട്ടിക്കേണ്ടി വരുന്നത്. നമുക്ക് ടോൾ ഗേറ്റുകളിൽ, ആദ്യം പറഞ്ഞ പോലെ നമുക്ക് ടോൾ ഗേറ്റുകളിൽ വളരെ വേഗത്തിൽ പോകാൻ പറ്റുന്നൊരു സൗകര്യം ഉണ്ടാകും. നമ്മുടെ ടോൾ പേയ്മെൻറ്റ് കുറഞ്ഞിരിക്കും. ഈ രണ്ട് കാര്യങ്ങളാണ് ഇതിനകത്ത് നമുക്ക് പോസിറ്റീവായിട്ടുള്ളത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നോക്കുമ്പോഴത്തേക്ക് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഫാസ്ടാഗ് ഒട്ടിക്കുമ്പോൾ ഫ്രണ്ടിൽ നിന്നുള്ള ഒരു വ്യൂ ഇങ്ങനെ ഇരിക്കും. നമ്മൾ കാറിൻ്റെ ഫ്രണ്ടിൽ നിന്നുള്ള വ്യൂ ഇതാണ്. അപ്പോൾ ഫാസ്ടാഗ് ഒട്ടിക്കുന്നത് സംബന്ധിച്ച് ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. എല്ലാവർക്കും ഇത് വ്യക്തമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.